മലയാളപ്പുഴയിൽ ശക്തമായ കാറ്റുണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. വ്യാപക നാശനഷ്ടമുണ്ടായിരിക്കുന്നു. വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, മലയാളപ്പുഴയിൽ ശക്തമായ കാറ്റ് വീശി നാശനഷ്ടമുണ്ടായിരിക്കുന്നു, ഒരാൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കാറ്റും മഴയും ഒക്കെ ശമിച്ചിട്ടുണ്ടോ? ഇപ്പൊ രാവിലെ മഴ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ കാറ്റാണ് പ്രദേശത്ത് വീശിയത്. അതിനെ തുടർന്നാണ് 2 വീടുകളുടെ മുകളിലേക്ക് മരം വീണിരിക്കുന്നത്. അതിൽ മലയാളപ്പുഴ തായം ശ്യാം നിവാസി കൃഷ്ണനാർ, ഭാര്യ ശ്യാമളകുമാരി എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരുടെ വീട് ഏതാണ്ട് പൂർണ്ണമായി തകർന്ന ഒരു സാഹചര്യമാണുള്ളത്. പരിക്കേറ്റ ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ വീടിന്റെ മുകളിലേക്ക് പ്ലാവും ആഞ്ഞിലി മരവുമാണ് വീണത്. അയൽവാസിയായിരിക്കുന്ന അപ്പുണ്ണി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് മരം വീണിട്ട് അതധികം കേടുപാടുകൾ സൃഷ്ടിച്ചിട്ടില്ല. എന്നാലും കഴിഞ്ഞ കുറെ നാളുകളായി, അല്ലെങ്കിൽ ഈ കാലവർഷം ആരംഭിച്ചപ്പോൾ മുതൽ ഏറ്റവും അധികം പത്തനംതിട്ടയിൽ ദുരിതം വിതച്ചത് മഴക്കെടുതിയിൽ ഈ മരം കടപുഴകി വീണാണ്. ധാരാളം 200-ലധികം വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളും പറ്റിയിരുന്നു. അത് ഇപ്പോഴും സംഭവിക്കുന്നതാണ്. ഇന്നലെ പത്തനംതിട്ട അടൂരിൽ മരം കടപുഴകി വീണ ഒരു ബൈക്ക് യാത്രികനെ പരിക്ക് പറ്റിയിരുന്നു. അദ്ദേഹം ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അക്വേഷ്യ മരം കടപുഴകി വീഴുകയും തലനാര ഇഴയ്ക്കാണ് പരിക്കേറ്റാൽ. ശരി സുജു, ഏതായാലും പരിക്കുകൾ പറ്റി എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. വീട് തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴയും കാറ്റും വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുകയാണ്. വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് സുജു നൽകിയത്.